ബിഗ് ബോസ് മലയാളം സീസൺ 7. ഈ സീസൺ 7 കഴിഞ്ഞ ആഴ്ചയാണ് ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ രേണുസുതി ഒരു വീഡിയോ വെളിയിൽ ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, വോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അത് വെളിയിൽ ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് രേണുസുതിയെ ഏറി കയറ്റിയായിരുന്നു. അതിനുശേഷം ലാലേട്ടൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, വേറെ ആരും ഇത് ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖമൊക്കെ നോക്കുന്നു, എല്ലാവരും പറയുന്നു അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കഴിഞ്ഞ ദിവസം നമ്മളുടെ അനുമോളുടെ ഒരു വീഡിയോ കറങ്ങി നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. സെയിം ഇതുപോലൊക്കെ തന്നെയാണ്, പക്ഷെ അതിനകത്ത് കുറച്ച് ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. രേണുസുതി കുറച്ച് ഡെക്കറേഷൻ നടത്തി, ഈ പറഞ്ഞ അനുമോൾ ഡെക്കറേഷൻ നടത്തിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അനുമോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ബിഗ് ബോസിലേക്ക് കയറാൻ പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണെന്ന് പറയുന്നുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അപ്പൊ അവരുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിന് നിങ്ങൾ വോട്ട് ചെയ്യുക, അതുപോലെ തന്നെ എന്നെ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് വോട്ട് ചെയ്യാമെന്ന് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതുപോലെ രേണുസുതി പറഞ്ഞതുപോലെ ഞാൻ ഈ ആഴ്ച വന്നിട്ടുണ്ട് എന്നൊന്നും അല്ല അതിനകത്ത് പറയുന്നത്. അപ്പം ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് അനുമോൾ ചെയ്തതും തെറ്റല്ലേ എന്ന് പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട് അനുമോളും ചെയ്തത് തെറ്റല്ലേ എന്ന് കാണിച്ചത്. ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അനുമോൾ പറഞ്ഞത് തെറ്റാണ്, എങ്കിലും രേണുസുതി പറഞ്ഞതുപോലല്ല അവിടെ അനുമോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഞാൻ ആദ്യം നമ്മളുടെ അനുമോൾ പറഞ്ഞ വീഡിയോ ഞാൻ ഒന്ന് കേൾപ്പിക്കാം. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അനുമോളാണ്. ഞാൻ ബിഗ് ബോസ് കയറിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടും, എത്ര ദിവസം എന്ന് എനിക്ക് അറിയില്ല. അത് മുന്നേ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കോഴിക്കോട് നിന്ന്. എനിക്കറിയില്ല, ഞാനിപ്പം കുറച്ച് ദിവസങ്ങളായി ഞാൻ അവിടെ എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ട് പോകുമ്പോൾ നന്നായിട്ട് നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ, നന്നായിട്ട് മാത്രമേ നിൽക്കുള്ളൂ. അപ്പം നല്ലൊരു ബിഗ് ബോസിലൂടെ നല്ല മെസ്സേജും എന്താ പറയണ്ടേ, നല്ല കണ്ടന്റും നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അപ്പൊ അതുപോലെ നിൽക്കുക എന്നുള്ളതും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബിഗ് ബോസിലുള്ള എല്ലാ കണ്ടസ്റ്റന്റിനെയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ട കണ്ടസ്റ്റന്റിനെ വെച്ചിട്ട് വോട്ടും കാര്യങ്ങളും കൊടുക്കുക. എന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്കും സപ്പോർട്ടും ഒത്തും തരിക. അതൊന്നുമില്ല, എല്ലാവരും ഹാപ്പി ഇരിക്കുക. അപ്പൊ നിങ്ങൾ ഇത് കേട്ടല്ലോ, ഈ വീഡിയോയും ആ വീഡിയോയും തമ്മിൽ ആനയും ആടിന്റെയും വ്യത്യാസമുണ്ട്. ഇതിന്റെ ചെറിയ ഭാഗങ്ങൾ, ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ടാണ് ഈ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും പലരും കൊണ്ടു നടക്കുന്നത്. എന്താന്ന് വെച്ചാൽ, ഞാൻ ബിഗ് ബോസിനകത്ത് കയറിയിട്ടുണ്ട്, എനിക്ക് വോട്ട് നൽകണം എന്ന് പറയുന്ന ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് അത് ഇട്ട് ഓടിച്ചിട്ട് പറയുകയാണ് ഇത് അനുമോള് ചെയ്തത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അനുമോള് ഇതിനകത്ത് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, ഞാനിപ്പോൾ കോഴിക്കോടാണ്, അതുപോലെ തന്നെ ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണ്, അപ്പം ഞാൻ ഇപ്പോൾ അവിടെ ആയിരിക്കും, ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ഞാൻ അവിടെ ആയിരിക്കും. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുക, ഇല്ല എന്റെ സഹ മത്സരാർത്ഥികൾ, ഞാനിപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അപ്പൊ എന്റെ സഹ മത്സരാർത്ഥികളെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വോട്ട് ചെയ്യുക, പറ്റുമെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യുക എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇതെടുത്തിട്ട് രേണുസുതിയുടെ വീഡിയോ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഓരോരുത്തരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ അവിടെ രേണുസുതിയെ പോലെ തന്നെ അനുമോളും വോട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, രേണുസുതിയെ പോലെ ഒന്നും അല്ല അനുമോൾ വോട്ട് ചോദിച്ചത്. രേണുസുതി അതിനകത്ത് നല്ല ഡെക്കറേഷൻ ഒക്കെ നടത്തി, ഞാൻ ഈ ആഴ്ച വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹോട്ട്സ്റ്റാറിന്റെ ആ സിമ്പിളൊക്കെ കാണിച്ച് വോട്ട് ചെയ്യുന്ന കാര്യങ്ങളും കാണിച്ച് ആ ഫസ്റ്റ് വീക്ക് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് അത് ചെയ്യുന്നത്. അതും ഇതും തമ്മിൽ ആടിന്റെ വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇനി എന്താണ് തോന്നുന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ താരതമ്യം ചെയ്യാൻ ഞാൻ രേണുസുതിയുടെ വീഡിയോ കൂടി നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, എന്നാൽ ഇത് രണ്ട് താരതമ്യം ചെയ്യാൻ നിങ്ങൾ വേറെ തിരക്കി പോകണ്ട, അതുകൊണ്ടാണ് ഞാനിവിടെ ഇടുന്നത്. നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും, സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അപ്പോഴേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായത്, രണ്ടും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്നാണ്. ഇത് നിങ്ങൾ കേട്ട് കാണും. രേണുസുതി ആ ഹോട്ട്സ്റ്റാറിന്റെ സിമ്പൽ കാണിച്ചുകൊണ്ടും ഞാൻ ഈ ആഴ്ചത്തെ എലിമിനേഷനിൽ ഞാൻ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടാണ് അവിടെ വോട്ട് ചോദിക്കുന്നത്. എന്താന്ന് വെച്ചാൽ നേരത്തെ റെക്കോർഡ് വെച്ചതാണ്. അത് മറ്റേതും നേരത്തെ റെക്കോർഡ് വെച്ചതാണെങ്കിലും അത് അനുമോള് പറയുന്നത് ഞാനിപ്പോൾ കോഴിക്കോടാണ്, ഞാൻ ഇനി ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ബിഗ് ബോസിനകത്തായിരിക്കാം, അതുപോലെ ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണ്. ഇങ്ങനെ എല്ലാ സീസണിലും ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ ബിഗ് ബോസിലേക്ക് പോവുകയാണ്, അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ബിഗ് ബോസിലായിരിക്കും, ഇതുപോലെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പലരും ഇട്ടിട്ടുണ്ട്. ഒരു വ്ളോഗ് പോലെ തന്നെ ഇട്ടിട്ടുണ്ട്, വ്ളോഗ് പോലെ തന്നെയാണ് ഇട്ടേക്കുന്നത്. അവർ പോകുന്നതെല്ലാം കാണിച്ചിട്ട് ഒരു വ്ളോഗ് പോലെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇത് രണ്ട് വീഡിയോ ഇവിടെ കാണിക്കാൻ കാര്യം, നിങ്ങൾ ഇത് കാണുക. ഇപ്പൊ എല്ലാവരും ചോദിക്കും, നിങ്ങൾ എന്തോ രേണുസുതിയുടെ മാത്രമേ നിങ്ങളുടെ കണ്ണിൽ പിടിക്കത്തുള്ളൂ, രേണുസുതിയുടെ മാത്രമേ നിങ്ങൾ അങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത്, എന്തായാലും ഞാൻ രണ്ട് വീഡിയോ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അനുമോളും
ഈ പറയുന്ന രേണുസുധിയും ഇട്ട വീഡിയോ തമ്മിൽ ഭയങ്കരമായ അന്തരം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലാലേട്ടൻ ഇത് ചോദിക്കുക തന്നെ വേണമെന്ന് പറയുന്ന ആളാണ് ഞാൻ. പക്ഷെ ഈ വീഡിയോയിൽ അനുമോള് കാണിച്ചത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ രേണുസുധി ചെയ്തതുപോലെ അല്ല അവിടെ അനുമോള് ചെയ്തിരിക്കുന്നത്. പക്ഷെ ന്യായീകരിക്കുന്നവർക്ക് ന്യായീകരിക്കാൻ, രണ്ടുപേരും വോട്ട് ചോദിക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ അനുമോള് പറയുന്നുണ്ട് ഇത് ഇറങ്ങുമ്പോൾ ഞാൻ അകത്തായിരിക്കും, എന്റെ കളി കണ്ടിട്ട് നിങ്ങൾ എന്റെ സഹമത്സരാർത്ഥിക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്തോ, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ട എനിക്ക് വോട്ട് ചെയ്യുക എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. രണ്ടും വോട്ട് ചോദിക്കുന്നത് കറക്റ്റ് ആണ്, രണ്ടുപേരും അകത്തിരുന്നാണ് വോട്ട് ചോദിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. അന്തരം എന്താന്ന് വെച്ചാൽ അതിനകത്ത് അനുമോള് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഈ രണ്ട് വീഡിയോയും താരതമ്യം ചെയ്യുക. താരതമ്യം ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.